വലിയ ദാനം പോകുന്ന ഒരു ദാനമുണ്ട്, അതാണ് ഏറ്റവും വലിയ ദാനം. അതേതാ? ചോദിക്കാതെ നമ്മളൊരു ദാനം ചെയ്യുന്നുണ്ട്. ആ ദാനം ദാനമാണെന്ന് ബോധിച്ചാലേ കൂലിയിട്ടുള്ളൂ കേട്ടോ. സ്വന്തം മക്കൾക്ക്, ഭാര്യക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ, ആശ്രിതരായി കൂടെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതാണ് ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം. യാ അല്ലാഹ്, അപ്പാക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു, സ്വതക്കയാണ്. അത് റെസിറ്റൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രം. അതാണ് ഏറ്റവും വലിയ സ്വതക്ക. അഫ്ളലു ദീനാർ, നിങ്ങൾ കൊടുത്ത പൈസയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. മക്കൾക്ക് സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു കൊടുത്തു, അവൾക്ക് പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അവരെ കൂടെ കൂട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇടക്ക് വാങ്ങിച്ചു കൊടുത്തു. നടക്കുന്നില്ലേ? അതൊരു ഹാങ് ഔട്ട്, ഒരു വെറുതെ ഒരു ഔട്ടിങ്, ഒരു ജോളി. ആ ഒരു നിയ്യത്തിൽ നിന്ന് മാറി ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ ചെയ്യുന്ന ദാനത്തിനൊക്കെ കൂലിയുണ്ടല്ലോ എന്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ഇതൊക്കെ സ്വതക്കയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഭാരമാണ് അല്ലെ? സോപ്പും പിടി തീർന്നിട്ടുണ്ട്, അതല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ഇപ്പൊ തീർന്നോന്ന് ചോദിക്കും. അത് വീട്ടിലെ ആവശ്യമാണ്, അവരിപ്പോ തിന്നൊന്നുമില്ലല്ലോ, അപ്പൊ തീർന്നിട്ട് തന്നെയാണ് ഈ പറയണത്. പക്ഷെ നമുക്ക് ചെലവഴിക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നും. നേരെ മറിച്ച് നിങ്ങളാ സോപ്പ് വാങ്ങിക്കാൻ കൊടുക്കുന്നത് സ്വതക്കയാണെന്ന് നിയ്യത്ത് ചെയ്തു നോക്കി, ഇതൊക്കെ കൂലിയല്ലേ? നബി തങ്ങൾ പറഞ്ഞു, ഇത് കൂലി കിട്ടണമെങ്കിൽ ഒരു നിയ്യത്ത് വേണം. ആ നിയ്യത്ത് യഹ്തസിബുഹു, ഞാൻ ഈ ചെലവഴിക്കുന്നതിന് അള്ളാഹു എനിക്ക് കൂലി തരും എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്നതിൽ കൂലി കിട്ടും. യഹ്തസിബുഹു, ഇത് ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വതക്കയാണ്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ദാനതുല്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്താൽ അത് സ്വതക്കയാണ്. സ്വതക്കയാണെന്ന് മാത്രമല്ല, സ്വതക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്കയാണ്. ഏതാണ് ഏറ്റവും വലിയ സ്വതക്ക?